പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് ഓർത്തഡോക്സ് പറയാനാണ്. കാരണം ഏതെങ്കിലും പുരോഹിതനോ മഹാപുരോഹിതനോ അദ്ദേഹം വിശ്വാസികൾക്കോ പറയാം, ഓർത്തഡോക്സ് നടക്കുന്ന കാര്യങ്ങൾ ദൈവീക ഹിതപ്രകാരമാണോ, ദൈവ കൽപ്പനകളനുസരിച്ചുള്ളതാണോ, അല്ലെങ്കിൽ ബൈബിളിലുള്ളതിൻ പ്രകാരമാണോ ഓർത്തഡോക്സ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഒന്നാമോ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സഭയിൽ റിഞ്ചു പി കോശി എന്നൊരു പുരോഹിതനുണ്ട്. അദ്ദേഹം 4 ഡോക്ടറേറ്റുള്ള വ്യക്തിയാണ്. അദ്ദേഹം വീഡിയോ കണ്ടുകൊണ്ട് പറയുകയാണ്, അതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, എന്നെ ഒരു പുരോഹിത വരയ്ക്ക് നേർന്നതാണ് എൻ്റെ ചെറുപ്പത്തിലെ. അതനുസരിച്ച് ഞാൻ 10-16 വയസ്സ് വരെ ദേവാലയത്തിൽ പോയി ഓരോ കാര്യങ്ങൾ സംബന്ധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആത്മാർത്ഥതയും വിശ്വസ്തയും മാത്രം പോരാ ഒരു പുരോഹിത വരയ്ക്ക്. അവിടെ വിശുദ്ധി പ്രധാനമായും വേണമെന്നുള്ളത് അതെന്നിൽ നിന്നും ഉണ്ടാകത്തില്ല എന്ന് കരുതി എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പുരോഹിത വരയ്ക്ക് പോയില്ല. അത് തന്നെയുമല്ല, അന്നത്തെ കാലത്ത് ഫ്രാങ്കോമാർ കുറവല്ലായിരുന്നു ഓർത്തഡോക്സ് സഭയിൽ. എന്നാലും ഇനി ഒരു ഫ്രാങ്കോ കൂടി ഈ സഭയിൽ ഞാൻ നിമിത്തം ഉണ്ടാകണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പുരോഹിത വരയ്ക്ക് പോകട്ടെ. ഈ റിഞ്ചു പി കോശി അച്ഛൻ ഓർത്തഡോക്സ് സഭയിലെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അതായത് കല്യാണം, മരണാനന്തരം ഓരോ കാര്യങ്ങളെക്കുറിച്ച്. കല്യാണത്തെക്കുറിച്ച് പറയുന്നു, അത് മിന്നുകെട്ട് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ളതല്ല, അത് ഭാരതീയ സംസ്കാരത്തിൽ നിന്നും എടുത്തതാണ്. പിന്നെ ഏതാണ് സഭ എന്ന് പറയുന്ന ആരാ? സഭ എന്തുവാ? ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ബൈബിൾ, ദൈവത്തിൻ്റെ വചനത്തിന് പ്രകാരം പ്രവർത്തിക്കുന്ന സഭയായിരിക്കണം. ബൈബിളിലെവിടെ നിങ്ങൾ പറഞ്ഞല്ലോ മന്ത്രകോടി, അത് ഇത് എന്നെല്ലാം പറഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ ബൈബിളിലുണ്ട്. മന്ത്രകോടി ഇവിടെ ഉണ്ട്. നിങ്ങൾ ബൈബിളിൻ്റെ കാര്യം പറ. പിന്നെ മാത്രമേ ഉള്ളൂ സഭയുടെ ആചാരങ്ങൾ ഇല്ലാത്ത ബാക്കി എല്ലാം സഭയുടെയാ. ബൈബിളിൽ ഒന്നും എഴുതിയിട്ടുള്ളതല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു റിഞ്ചു പി കോശി പറഞ്ഞു, മരണം നടക്കുന്ന വീട്ടിൽ എന്തെല്ലാം ഡ്രാമ നടക്കുന്നു, അതേക്കുറിച്ച് ഒരു പുരോഹിതൻ ചെയ്തതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ആ റിഞ്ചു പി കോശിൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച് പുരോഹിതൻ അവിടെ ഇന്നതൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് റിഞ്ചു പി കോശി അറിയാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് റിഞ്ചു പി കോശി അച്ഛൻ പറഞ്ഞു. പോട്ടെ, വേണ്ട. നീതിമാനായ റിഞ്ചു പി കോശി അച്ഛൻ ഒരു മരണം നടന്ന വീട്ടിൽ അന്ത്യചുംബനം കൊടുക്കുന്നു. അത് വീണ്ടും എന്തിനാ ദേവാലയത്തിൽ കൊണ്ടുവന്ന മൃതശരീരത്തിൽ അന്ത്യചുംബനം കൊടുക്കുന്നത്? അത് എൻ്റെ സഹോദര, അന്ത്യചുംബനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരു വ്യക്തി, അത് എൻ്റെ അമ്മയോ അപ്പനോ എൻ്റെ സഹോദരനോ മകനോ ആയിരിക്കാം, അവരെ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോവുകയാണ്. അവരോടുള്ള ആഗ്രഹം, അവരോടുള്ള ആ സ്നേഹം മാറിപ്പോകുന്നില്ല. അവരെ എപ്പോഴും കാണാനും അവരുടെ കൂടെ ഇരിക്കാനും ആഗ്രഹിക്കും നമ്മൾ. അവർ മരിച്ച് വിട്ടു പോകുമ്പോൾ വീട്ടിൽ വെച്ച് അന്ത്യചുംബനം കൊടുത്താലും വേണ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ആഗ്രഹം തോന്നും, എനിക്കൊരു ഉമ്മ കൂടെ ചുംബനം കൂടെ കൊടുക്കണം. അത് കൊടുത്തുകൊണ്ട് എന്താ തെറ്റുണ്ടെങ്കിൽ പറയുന്നത് എന്താ തെറ്റ്? ന്യായീകരിക്കാനൊന്നും വരികയല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ വിശ്വാസികൾ മൃതശരീരത്തിൽ തൈലമൊഴിക്കാൻ
ഉള്ള കാലം വരുമെന്ന്. അതിനു മുമ്പായിട്ട് ഞാൻ പറയാം. ഇഞ്ചിക്കോശിയച്ച ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയത്തിൻ്റെ വാതിക്കൽ ഏലി ഇരിപ്പിടത്തിലിരിപ്പുണ്ടായിരുന്നു. ഹന്ന ഏലിയെ നോക്കോ സംസാരിക്കാനൊന്നുമില്ല. ദേവാലയത്തിനകത്ത് പോയി പ്രാർത്ഥിച്ചുള്ളൂ. ദൈവത്തോടെ തൻ്റെ ഹൃദയം പകർന്നതേ ഉള്ളൂ. ആ കാഴ്ച ഇനിയും അധികം കാലം കഴിയുന്ന മുമ്പ് വരും. പുരോഹിതവർഗം വികാരി കുമാരി എന്നും പറഞ്ഞിരിക്കുക ഉള്ളൂ ദേവാലയത്തിൻ്റെ വാതിക്കൽ. അത് ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോയിൽ കണ്ടു. ദേവാലയങ്ങളിൽ വിശ്വാസികൾ കുറയുന്നു എന്നും പറഞ്ഞ്. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സമയമെടുക്കും, എനിക്ക് ഈ വീഡിയോ തീരത്തില്ല. വേണ്ട, പോട്ടെ. ബി.ജെ.പി കോശത്തിലുള്ള ഒരു ചോദ്യം കൂടെ. നമ്മുടെ ഈ ഓട്ടോസഭയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബൈബിൾ പറഞ്ഞ പ്രകാരമാണോ? ദൈവത്തെ ക്രൂശിച്ച് ദൈവം മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയത് ദൈവത്തിൻ്റെ ഒരു അരുമശിഷ്യനാണ്. അരുമശിഷ്യൻ എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ശിഷ്യൻ തന്നെ. ദൈവത്തിൻ്റെ മൃതശരീരം എടുത്തിട്ട് ശീലയിൽ പൊറിഞ്ഞ് അദ്ദേഹത്തിനെ അടക്കാൻ വച്ചിരുന്ന കല്ലറയിൽ യേശുവിനെ അടക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സഭയിലുണ്ടാക്കിയത് ഇല്ലയോ ഈ മൃതശരീരം ദേവാലയത്തിൽ കൊണ്ടുവച്ചിട്ട് ശോശപ്പ കൊണ്ട് മൂടുന്നതോ അല്ല മറ്റേ തുണി കൊണ്ട് മൂടുന്നതൊക്കെ? അതിൽ നിങ്ങൾ എന്താ വ്യാഖ്യാനിക്കുള്ളത്? അത് ആരെടുത്തു? അത് പുരോഹിതന്മാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. അത് തന്നെയല്ല, വിവാഹം നടക്കുന്നിടത്ത് മിന്നുകെട്ട് ഭാരതീയ സംസ്കാരത്തിൽ നിർത്തുക. ബാക്കിയെല്ലാം നമ്മുടെ സഭയുടേതാണ്. മന്ത്രോടി എവിടുന്ന് വന്നു? നിങ്ങൾ പുരോഹിത വർഗം, കള്ളപുരോഹിത വർഗം ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഓട്ടോസഭയിലെ ആചാരങ്ങൾ, നിങ്ങൾ ആചാരങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ബി.ജെ.പി കോശിച്ച പറഞ്ഞു, കൂഞ്ചിരിക്കാൻ കത്തിക്കുന്ന സമയത്ത്, കത്തിക്കുന്ന ദിവസം എൻ്റെ അമ്മ പള്ളിയിൽ വരുമ്പോൾ, ദേവാലയത്തിൽ വരുമ്പോൾ ഒരു കുപ്പിക്കകത്ത് കുഞ്ചിരിക്കം കൂടെ എടുത്തുകൊണ്ട് വരിക പതിവായിരുന്നു. ആ കുഞ്ചിരിക്ക കുരിശുകൊല കത്തിക്കുന്ന തീയിലിട്ടിട്ട് തിരിച്ച് പള്ളിയിൽ നിന്ന് പോരുമ്പോൾ ആ കുരുത്തോല കത്തിച്ച് ചാരം കുറച്ച് കുപ്പിയിലെടുത്തുകൊണ്ട് വരും. അത് കൃഷിയിലെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ടിടാനായിട്ട്. പോട്ടെ, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതുപോട്ടെ, ഈ ആചാരങ്ങളെല്ലാം നിങ്ങളുണ്ടാക്കിയതാണ്. ഇത് ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി വല്ല ആചാരങ്ങളും ഉണ്ടോ? വല്ലതുണ്ടോ? നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് ന്യായീകരിക്കും. കുർബാന എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കുർബാന സമയത്ത് പറയുന്നു, ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. കാരണം ഞാൻ എന്ത് ചെയ്താലും ഞാൻ ബലഹീന പാപിയാ. അത് നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. അതാണ് അവിടെ പറയുന്നത്. വിശ്വാസികൾക്ക് എല്ലാവിധ ചട്ടക്കൂട്ടുകളും ഇതും ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ സ്വതന്ത്രമായി വിവരിക്കുക. ഇനിയും പറയാം. ഗീവറീസകതയെക്കുറിച്ച് പറയുന്നു. ബൈബിൾ ഉണ്ടാകുന്നത് ക്രോഡീകരിക്കുന്നത് AD 100 വർഷത്തിനും എൻ്റെ സമയത്താണ്. അതിനുശേഷം വന്നതൊന്നും ആരൊക്കെ ഉണ്ട്, ആരൊക്കെ എഴുതി, അതൊന്നും ബൈബിളിൽ വന്നിട്ടില്ല. അത് ശരിയായി, ഓക്കെ. എന്നാൽ ഗീവറീസകത AD 280-നും 303-നും ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ വരത്തില്ല. അതിനെക്കുറിച്ച് ബി.ജെ.പി കോശിച്ച് പറഞ്ഞ് പരിമല തിരുമേനിയെക്കുറിച്ച് പോലും ബൈബിളിൽ വന്നിട്ടില്ല. ഏത് കാലം, ബൈബിൾ ഉണ്ടാകുന്ന കാലം ഏത്? പരിമല തിരുമേനി ഏത് കാലത്തുണ്ടായത്? പരിമല തിരുമേനിയെക്കുറിച്ച് ഇന്നും പുസ്തകങ്ങളുണ്ട്.
ജീവചരിത്രമുണ്ട്. എന്നാൽ ഗിബറീസകരെക്കുറിച്ച് എവിടെ ഉണ്ട്, ഏത് പുസ്തകത്തിൽ ആരാണ് ഗ്രന്ഥകർത്താവ്, ഈ ഗിബറീസകര ഏത് ലോകത്ത് എവിടെ ജീവിച്ചിരുന്നു, ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, എങ്ങനെ മരിച്ചു, ഈ ചരിത്രം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള കടമ താങ്കൾക്കുണ്ട്. അതിൽ ഞാനും ഉൾക്കൊള്ളുന്നു. എനിക്കും ആഗ്രഹമുണ്ട് അറിയണമെന്ന്. AD 280 303 ജീവിച്ചിരുന്ന പരിശുദ്ധനെന്ന് പറയണമെങ്കിൽ അതെവിടെ, ഏത് പുസ്തകത്തിൽ എവിടെ ആരെഴുതിയിരിക്കുന്നു പറ. ബേട്ടാ, നമ്മൾ അത് കഴിഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ രണ്ടായി കയറി. അവിടെ നിങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് തന്നെയല്ല പറയുന്നതല്ല, അതിൻ്റെ അവിടെ കാണിക്കുന്ന അടയാളം എന്തുവാ? പരിശുദ്ധമറുവായി ദൈവം വസിക്കുന്നുവെങ്കിൽ അതുവരെ അതിന് താഴെ അതിനിടയിൽ വിശ്വാസികൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു മറയുണ്ടായിരുന്നു, തിരശ്ശീല എന്ന മറ. ആ മറ മാറ്റി കളഞ്ഞു ദൈവം മരിച്ചപ്പോൾ. അതെന്തിനു വേണ്ടിയാ? ഇനിമേലിൽ നിങ്ങൾക്ക് ദൈവവുമായി ഞാനുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ പറയുകയും കാണുകയും കേൾക്കുകയും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ട്രിജിപ്പിക്കോശേഷം പറ, പിന്നെന്തിനാ മധ്യസ്ഥൻ്റെ ആവശ്യം? ഇനി മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ തന്നെയും ഒരു മധ്യസ്ഥൻ ഒരു പരിശുദ്ധൻ്റെ അടുത്ത്, ഈ എക്സാമ്പിൾ പരുമല തിരുമേനിയുടെ കബറിങ്കിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ പരുമല തിരുമേനിക്ക് സ്വയമായ വല്ല കഴിവുമുണ്ടോ? ഞാൻ അപേക്ഷിക്കുന്ന അപേക്ഷ സാധിച്ചു തരാൻ പരുമല തിരുമേനിക്ക് സ്വയമായി കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു? ഇല്ല. പരുമല തിരുമേനി ഒരു പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധൻ്റെ ആത്മാവ് ആ കനിവ് തോന്നിയിട്ട് ദൈവത്തോട് അപേക്ഷിക്കും. ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ശിഷ്യൻ്റെ അപേക്ഷ കേട്ട് കാര്യം സാധിച്ചു കൊടുക്കും. അതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ പരുമല തിരുമേനി നല്ല ആർക്കും ഒരു വിശുദ്ധരെന്ന് പറഞ്ഞവർക്കും ഒരു ഇതുമില്ല. ദൈവം കനിഞ്ഞ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ദൈവത്തോട് അപേക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ആ കഴിവ് അവരുപയോഗിക്കുമ്പോൾ ദൈവം മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത്. പോട്ടെ, അതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ഇനിയും പറയാനുള്ളത്, നമ്മുടെ ഇടവക ഒരു ബെത്താനെ കുറിച്ചായിരിക്കും ഇനി പ്രത്യേകം പറയാനുള്ളത്. അതായത് നമ്മുടെ സഭയിലെ ഇപ്പോഴത്തെ വലിയ ഉപദേശകൻ, അതായത് ഉപദേശമെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ താറടിക്കുന്ന ഒരു പുരോഹിതൻ, ബെത്രാന്, സെറാഫീം മെത്രാൻ. അദ്ദേഹം നേരത്തെ ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞിപ്പം ടുമോൺ ഭദ്രാസനത്തിലുണ്ട്. അദ്ദേഹം സ്വയമേ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ട്. അതായത് അദ്ദേഹം അത്ര എളിമയോടുകൂടിയാണ് ജീവിക്കുന്നത്. എൻ്റെ ബെഡ്റൂമിൽ TV ഇല്ല, അത്ര ഒരു ആർപ്പാടും ഇല്ലാതാണ് ജീവിക്കുന്നത്. ഏത് കാറിലാണ് സഞ്ചരിക്കുന്നത്? TV വെച്ചിട്ടില്ല. നീ ആത്മീയം തന്നെയാണ്. നീ എവിടെല്ലാം പോയി ഉദ്ഘാടനത്തിന് പോകുന്നു? നിൻ്റെ സമയം YMCയുടെ ഉദ്ഘാടനം നടത്താനാണോ നിൻ്റെ ജന്മം നീ എഴുതി കൊടുത്തത്? എന്നിട്ട് ന്യായീകരിക്കാൻ ഞാൻ വളരെ ലളിതനായിട്ടാണ് ജീവിക്കുന്നത്. അതിന് മുമ്പായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ കൂടാണ് ഞാൻ ജീവിക്കുന്നത്, ഇതിൽ കൂടുതൽ ലളിതനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പോട്ടെ,
അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ബാംഗ്ലൂർ ഇരിക്കുമ്പോഴേ ഇപ്പോഴത്തെ വലിയ പ്രശ്നം സഭയിലെ വിശ്വാസികളുടെ മക്കളെല്ലാം 12ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഉടനെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. അവർ തിരിച്ചു വരുന്നില്ല. അത് വലിയ മനപ്രയാസം. വേറൊന്നും കൊണ്ടെന്താ, പോക്കറ്റ് കുറയാൻ ചാൻസ് കുറയുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പോയാലും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് വേണ്ടി ആത്മീയ സേവനം അവിടെ ചെയ്തു തരും. അതിന് വെറുതും പോകണ്ട. എൻ്റെ ഇടവകയിൽ തന്നെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് വികാരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാനഡ ജോലിയിലാണ്. ഇവിടെ ഇരുന്ന് 1.5 വർഷം തികയുന്നതിന് മുമ്പ് അദ്ദേഹം കാനഡയ്ക്ക് പോയി. വേണ്ട, എന്തിനാ? സഭയുടെ ഏതെങ്കിലും സ്കൂളിൽ, ഈ സ്കൂളുകളൊക്കെ ആര് സ്ഥാപിച്ചതാ? പുരോഹിതന്മാർ സ്ഥാപിച്ചതാണോ? മെത്രാന്മാർ സ്ഥാപിച്ചതാണോ? പള്ളിയിൽ മെത്രാന്മാർ സ്ഥാപിച്ചതാണോ? പുരോഹിതന്മാർ സ്ഥാപിച്ചതാണോ? ഈ സ്കൂളുകളിൽ ഒരു പാമ്പടിച്ച് വീട്ടിലെ പയ്യൻ അതിമിടുക്കനായി പഠിച്ച് പാസ്സായി വന്നാലും അവിടെ ഒരു അധ്യാപകനായി കയറണമെങ്കിൽ ലക്ഷങ്ങൾ കൈമുടക്ക് കൊടുക്കണം. എന്നാൽ ഒരു പുരോഹിതൻ്റെ ഭാര്യയാണെങ്കിൽ അവർക്ക് ചിരിക്കുക പോലും വേണ്ട, അവിടെ ഉടനെ തന്നെ അഡ്മിഷൻ. എന്നോട് ഈ അടുത്ത സമയത്ത് റിട്ടയറായ ഒരു ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നമ്മുടെ സ്കൂളിൽ ഇപ്പം 90% പുരോഹിതന്മാരുടെ ഭാര്യമാരാണ്. നിങ്ങൾ വിശ്വാസികളെ നല്ല കാര്യം പഠിപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞ് നിന്നോ, ഞങ്ങൾ നിങ്ങളുടെ പുറത്ത് കയറി ഇരുന്നോളാമെന്ന്. കഴിഞ്ഞ മക്കളെ കാലം കഴിഞ്ഞ് ഇനി അറിയുന്ന ആൾ നിങ്ങളിങ്ങനെ സൂഹിക്കത്തില്ല. ഏലി ഇരുന്ന പോലെ നീയൊക്കെ പുരോഹിതന്മാർ പള്ളിവാതിക്കലും മെത്രാന്മാർ അരമനകളിൽ കരഞ്ഞു വീരിക്കും, പോക്കറ്റും തപ്പിക്കൊണ്ട് വീഴുന്നില്ലല്ലോ ഒന്നും പറഞ്ഞ്. ഇനി നിങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ വെള്ള തേച്ച ശവക്കല്ലറന്ന് വിളിച്ചത്? നിങ്ങളെക്കുറിച്ച് ദൈവം പലതും പറഞ്ഞു. അതും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. ഇതൊക്കെ മറികടക്കാനായിട്ട് നിങ്ങൾ ഓരോ ആചാരങ്ങളുണ്ടാക്കി വിശ്വാസികളെ അടിമകളാക്കുകയാണ്. നിങ്ങളെത്ര കാലം അടിമകളാക്കും? അതിനെ നിങ്ങൾ വിശ്വസിച്ചാൽ, എന്നുള്ള ഒരു വാക്കെടുക്കും അവർ. വിശ്വസിച്ചാൽ, എന്ത് വിശ്വസിച്ചാൽ? ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ എവിടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നു? നിങ്ങൾ ക്രിസ്തുവിൻ്റെ നേരെയാണോ വിശ്വാസികൾ, ഓർത്തോ സഭയിലെ വിശ്വാസികളെ നയിക്കുന്നത്? ഓർത്തോ സഭയിലെ ആചാരങ്ങൾക്ക് പുറകെയാണ്. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതനും ദുഃഖവെള്ളിയാഴ്ച കുരിശിനെ ദൈവമായിട്ട്, അല്ലെങ്കിൽ പിന്നെ കുരിശിനെ കുമ്പിടേണ്ട കാര്യമില്ലല്ലോ, കുരിശിനെ ദൈവമായി പ്രതിഷ്ഠിച്ച് അവിടെ വിശ്വാസികളെ കൊണ്ട് കുമ്പിടി പിടിക്കുന്ന പുരോഹിത വർഗവും ധൂപക്കുറ്റി വീശുന്നത് തന്നെ അതിനെ വിശദീകരിക്കുന്ന ജോയി അച്ഛനും ഒക്കെയുള്ള സഭയാണിത്. നിങ്ങൾ പറയും കുർബാനയിൽ ഇന്നത് തൊട്ട് ഇന്നത് വരെയുള്ള കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നതെന്ന്. അവിടെ ധൂപക്കുറ്റി വീശുക, അത് ധൂപക്കുറ്റി വാഴ്ത്തുക. ചില സമയങ്ങളിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നല്ലോ, ഒരു അമ്പലത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ട്, അവിടെ ഓരോന്ന് ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ ഏതെങ്കിലും ഒരു പൂജാരി അയാളുടെ പൂജയുടെ സമയം കംപ്ലീറ്റ് ആകാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സഭയിലെ മെത്രാന്മാർ കുർബാന ചൊല്ലുന്നതിനിടയിൽ ദേവാലയം ആരുടെ മർമ്മക ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, വാസസ്ഥലമാണ്. അതിൻ്റെ മുന്നിൽ വലിയ കെടികെട്ടിയ
കസേര ഇട്ടേച്ച് അതയിൽ കുപ്പായമൊക്കെ പുറത്തു കൊണ്ടിട്ട് വിശ്രമിക്കുന്ന കാഴ്ച കാണുന്നതാണ് ഞാൻ. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു പുരോഹിതൻ സ്റ്റാൻഡ് ബൈ ആണ് ബാക്കി കുർബാന ചൊല്ലാനായിട്ട്. നിനക്ക് വയ്യായെങ്കിൽ നീ ചൊല്ലണ്ടാടാ, നീ ചൊല്ലിക്കൊണ്ട് എന്താ പ്രയോജനം? നീ കുർബാന ചൊല്ലാൻ വരുന്നത് ചുമ്മാ ഒന്നുമല്ല, കാശ് മേടിച്ചുകൊണ്ടാണ്. ഈ ഭദ്രാസനത്തെ ഒരു ഇടവകയിലും കാശ് മേടിക്കാതെ കുർബാന ചൊല്ലാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതം നന്നായി നടക്കണം. ഇനി അധികം സമയമില്ല മക്കളെ, നിങ്ങൾ കരുതിക്കൊള്ളുക. നിങ്ങൾ എൻ്റെ മുഖം ഒന്ന് ഓർത്തിരുന്നോളുക. ഞാൻ പറഞ്ഞ വാക്കിന് വല്ല വ്യത്യാസമുണ്ടെങ്കിൽ അന്ന് നിങ്ങളെന്നോട് ചോദിച്ചു, സഭ, ഓട്ടോ സഭ വിശ്വാസികളെ, അതായത് നിങ്ങളോ സ്വർഗത്തിൽ പോകത്തില്ല, മറ്റുള്ള പോകാൻ ഉദ്ദേശിച്ച് വരുന്നവരെ വിടുകയുമില്ല, പോകാൻ സമ്മതിക്കുകയുമില്ല. അതിനുള്ള പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നു. അന്തിക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസികളെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ റിഞ്ചിപ്പി കോശി അച്ഛനോ ജോലിക്ക് ജോയി അച്ഛനോ അല്ലെങ്കിൽ കള്ളം കാതോലിക്കായോ പറയട്ടെ, അല്ലെങ്കിൽ ഫാദർ അമേൽ, ഡോക്ടർ ഫാദർ അമയിലോ പറയട്ടെ. ഡോക്ടർ ഫാദർ അമയിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണ്. ആരുടെ പരിശുദ്ധൻ? കള്ളൻ കൊലപാതക കേസിൽ 1-ാം പ്രതിയെ പരിശുദ്ധൻ 40 വട്ടം വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധൻ. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ എന്ത് കാര്യം എവിടെ ചെയ്യുന്നു അവിടെ എല്ലാം ഞാൻ ചെല്ലാറ് പോകുന്നുണ്ട്. ബാബ തന്നെ എന്നോട് പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. എൻ്റെ കീശ നിറയ്ക്കാനല്ല, എന്തിനാ പോട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് പറയില്ല. അടുത്ത ദിവസം കാണാം.